പത്തനംതിട്ടയുടെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ എൻ ജ്വല്ലറിയും മൂർത്തീസ് ജ്വല്ലറിയും ഏറ്റുമുട്ടിയതിൽ എൻ ജ്വല്ലറി ആകെ തൊപ്പിട്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയുന്നുണ്ട്, നമ്മൾ വിഷു കഴിഞ്ഞ ശേഷം കുറച്ച് അലസത കാണിച്ചു, അവർ പതുങ്ങി നിന്ന് എല്ലാ കാര്യവും ചെയ്യുകയായിരുന്നു, ഒന്നിലും ഇടപെടുന്നില്ല എന്ന് വരുത്തി തീർത്തിട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഓരോന്ന് ചെയ്തിട്ട് അവർ പതുങ്ങി നിന്ന് എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശക്തി പാകപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ മണ്ടന്മാരായി നിന്നു. ഇപ്പോൾ അവർ ഉയരത്തിലെത്തിയില്ലേ, നമുക്ക് ഇത് കിട്ടിയാൽ ഏറ്റവും വലിയ മുൻപന്തിയിലെത്താമായിരുന്നു, ഇനിയിപ്പോൾ കുറച്ചും കൂടെ നമ്മൾ കാത്തു നിൽക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മാളവികയും പറയുന്നുണ്ട്, എന്തായാലും മാളവിക കളക്ഷൻസ് ആയിരുന്നു മുന്നിൽ നിൽക്കുക എന്നുള്ളത് ഞാൻ കരുതിയത്, കാരണം അവർ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇത്തരത്തിലൊന്നും കാര്യങ്ങൾ ചെയ്യില്ല എന്നാണ് വിചാരിച്ചത് എന്നൊക്കെ പറയുമ്പം അവളെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് നിന്നെ ഞാൻ പറയാറില്ലേ, അവൾ പതുങ്ങി നിന്ന് കാര്യങ്ങൾ വ്യക്തയും കൂർമ്മതയോടുകൂടിയും ചെയ്യുന്ന പെണ്ണാണ്, അവളെ നമുക്ക് കൂടുതൽ നിരീക്ഷിക്കേണ്ടി ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മാളവിക പറയുന്നുണ്ട്, അതിനെ അവരുടെ കാര്യങ്ങളൊന്നും അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല, പ്രത്യേകിച്ച് അവരിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് ഒരു കാര്യവും ഞാൻ അറിയാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ അവരുടെ ബുദ്ധിയാണ്, അല്ലാതെ വേറൊന്നുമല്ല, ഇനി ഇതിൻ്റെ കൂടെ മൂർത്തിയോ ഉണ്ടോ എന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, ഇല്ല, മുത്തശ്ശനെ അവരെ പടിയിറക്കി വിട്ട പോലെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ ആരെയും വിശ്വസിക്കരുത്, നാടകം കളിക്കുന്നവരും ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നാഗേന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, ഇനി നമ്മുടെ ഓഫീസിൽ വല്ല ചാരന്മാരും ഉണ്ടോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത്, കാരണം നമ്മൾക്കെതിരായിട്ട് ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അവരറിഞ്ഞേ പറ്റുകയുള്ളൂ, അല്ലാതെ ആർക്കും നമുക്കെതിരായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിനെക്കൊണ്ട് നമ്മൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിലവിൽ നമ്മുടെ മുമ്പിൽ ആരും ഇല്ല, പിന്നെ മാളവിക കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നയനയെ വെല്ലുന്ന കളക്ഷൻസ് ആയിരുന്നു, പിന്നെ എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നാഗേന്ദ്രൻ പറ്റിയ ഓരോ പഴുതുകളും നമ്മൾ അത് അടയ്ക്കാൻ ശ്രമിക്കണം, പിന്നെ നമ്മുടെ കമ്പനി ആരാണ് ചാരന്മാരുള്ളത് എന്നുള്ളത് കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയുന്നുണ്ട്, എന്തായാലും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വരെ നമ്മുടെ CCTV ഘടിപ്പിച്ചിട്ട് അത് എൻ്റെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം, സ്റ്റാഫൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതി, കാരണം അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല, പിന്നെ നമ്മൾ ശത്രുക്കളെ കണ്ടെത്താൻ വൈകി പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, ആയിക്കോട്ടെ, സ്റ്റാഫൊക്കെ പിരിഞ്ഞതിന് പോയ ശേഷം നമുക്കൊരു ക്യാമറമാനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ അവിടെ മൊത്തം അറിയാത്ത രീതിയിൽ ഒളിക്യാമറകൾ വെച്ചിട്ട് നാഗേന്ദ്രൻ്റെ ഫോണിലോട്ട് കണക്ട് ചെയ്യുകയാണ്. പക്ഷേ ഈ വിവരമൊന്നും മാളവിക അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മാളവിക അവർ അനന്തപുരിക്കാർ ജയിച്ച ആ ഒരു സന്തോഷത്തിൽ ആണ് ഓഫീസിലോട്ട് വരുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ എൻ ജ്വല്ലറിക്കാരുടെ മുമ്പിൽ അഭിനയിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും മാളവികയുടെ മനസ്സിൽ വളരെയധികം സന്തോഷമാണുള്ളത്. ഇനിയും ഓഫീസിൽ നിന്ന് ചില ഡോക്യുമെൻറ്റ്സൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ആദർശിന് കൈമാറണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മാളവിക ഡേവിഡിൻ്റെയും അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് റൂമിൽ കയറിയിട്ട് ഫയലുകളൊക്കെ തപ്പിയെടുക്കുകയാണ്. പക്ഷേ പാവം അവിടെ CCTV വെച്ച വിവരം മാളവിക അറിയുന്നുണ്ടായിരുന്നില്ല. നാഗേന്ദ്രൻ മാളവിക പോകുന്നതും അവിടെ ആരൊക്കെ പോകുന്നതും എന്തൊക്കെ ചെയ്യുന്നതും ഒക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മാളവിക സ്ട്രോങ് റൂമിലേക്ക് കയറി പോകുന്നത് നാഗേന്ദ്രൻ കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് മാളവികയോട് പറയുന്നുണ്ട്, നമ്മുടെ അവന്തികയോട് പറയുന്നുണ്ട്, മോളെ ഇതൊന്ന് നോക്ക്, ആ മാളവിക നമ്മുടെ സ്ട്രോങ് റൂമിലോട്ടാണ് കയറുന്നത്, അവിടെ ഡേവിഡിനല്ലാതെ മറ്റാർക്കും കയറാനുള്ള അധികാരം ഞാൻ കൊടുത്തിട്ടില്ല, പിന്നെ അവൾ പതുങ്ങിയാണ് പോകുന്നത്, എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, അപ്പോൾ നമ്മുടെ ശത്രു മറ്റാരുമല്ല ഇവൾ തന്നെയാണ്, പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നയനേക്കാളും വലിയ ഡിസൈൻസ് വരച്ച് നമ്മളെ മുൻപന്തിയിൽ എത്തിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ചതിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇനി അവരെ ചതിക്കുകയാണോ, ഇവളിനി വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാനുള്ള ഉദ്ദേശത്തിലാണോ കയറി കൂടിയത് എന്നുള്ളതൊക്കെ ചിന്ത നാഗേന്ദ്രൻ്റെ മനസ്സിലോട്ട് വരികയാണ്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് മാളവികയും പറയുന്നുണ്ട്, നമ്മുടെ പ്രധാനപ്പെട്ട ഫയൽസൊക്കെ അല്ലേ അവിടെ ഇരിക്കുന്നത് അച്ഛാ, അതിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നമുക്കെതിരായിട്ട് ചെയ്യാൻ കഴിയും, അതുകൊണ്ട് അവളെ ഇനി വെച്ചേക്കേണ്ട അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അവളെ ഞാൻ കൊന്നുകളയും, ആരും അറിയാത്ത രീതിയിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രൻ മാളവികയെ പൊക്കാനായിട്ട് പോവുകയാണ്.